Hi all, welcome to my YouTube channel Megu's Learning. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ ആണ്. സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വി റീഡ് ദ എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റീഡ് ചെയ്യാം. ഡ്യൂറിങ് റീഡിങ് ദ എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പുഷ് ദ എലമെന്റ് ഇൻ ദ സ്റ്റാക്ക് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പറാൻഡ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് ഒരു ഓപ്പറാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാം. അതാണ് ഫസ്റ്റത്തേത്. ദെൻ സെക്കൻഡ്, ഇഫ് ദ കറന്റ് ക്യാരക്ടർ ഈസ് ആൻ operator then pop two operands from the stack and then evaluate it. എന്താ ചെയ്യണത്? ഇപ്പം നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഒരു ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ പോപ്പ് ടു ഓപ്പറാൻഡ്സ് ഫ്രം ദി സ്റ്റാക്ക്. സ്റ്റാക്കിൽ എന്തുണ്ടാവുക? ഓപ്പറാൻഡ്സ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് രണ്ട് ഓപ്പറാൻഡ്സ് നമ്മൾ പോപ്പ് ചെയ്തിട്ട് ഏത് ഓപ്പറേറ്റർ ആണോ വന്നിരിക്കുന്നത് അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഒരു ഓപ്പറാൻഡ് ആണ് സ്കാൻ ചെയ്യണ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? പുഷ് ചെയ്യുക. ഓപ്പറാൻഡ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ പുഷ് ചെയ്യുക. ഓപ്പറേറ്റർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാക്കിലുള്ള രണ്ട് ഓപ്പറാൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? പോപ്പ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, പുഷ് ബാക്ക് ദ റിസൾട്ട് ഓഫ് ദി ഇവാലുവേഷൻ. അതിനുശേഷം എന്താ ചെയ്യുക? നമുക്ക് ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിന് നമ്മൾ വീണ്ടും സ്റ്റാക്കിലോട്ട് എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. അതാണ് പറയുന്നത് പുഷ് ബാക്ക് ദ റിസൾട്ട് ഓഫ് ദി ഇവാലുവേഷൻ. റിപ്പീറ്റ് ഇറ്റ് ടിൽ ദ എൻഡ് ഓഫ് ദി എക്സ്പ്രഷൻ. എക്സ്പ്രഷന്റെ എൻഡ് ആണ് വരെ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു എക്സാമ്പിള് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? സ്കാൻ ചെയ്യുക. എവിടെന്നാ സ്കാൻ ചെയ്യുക? ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുക. ഫസ്റ്റ് എന്താ വന്നേ? 5 എന്താണ്? ഒരു ഓപ്പറാൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ അടുത്തതാണ് ഇതിട്ട് നമ്മൾ ചെയ്തു. ഇനി 6 വന്നു. അപ്പൊ സ്റ്റാക്കിൽ ഓൾറെഡി എന്തുണ്ട്? 5 ഉണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു? 6നെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. നമ്മുടെ 6 കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ? 2 വരുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 2 എന്താണ്? ഓപ്പറാൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തത്. 2 കഴിഞ്ഞു. ദെൻ അടുത്തത് പ്ലസ് എന്താ? ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ വരുമ്പോൾ എന്താ ചെയ്യാ? ഈ സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന രണ്ട് എലമെന്റ്സിന് എന്ത് ചെയ്യാ? പോപ്പ് ചെയ്യാ. അതായത് 2നെ പോപ്പ് ചെയ്തു. 2 പ്ലസ് 6 എത്രയാ? 8 കിട്ടി. രണ്ടെണ്ണത്തിനെ പോപ്പ് ചെയ്തിട്ട് എന്ത് ഓപ്പറേറ്റർ ആണ് ഇവിടെ വന്നത് എന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ നമ്മുടെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ഇവിടെ എന്തുണ്ട്? ഓൾറെഡി 5 ഉണ്ട്. ഇത് 2 പ്ലസ് 6 എത്രയാ? 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8നെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ അടുത്തത് എന്താ? സ്റ്റാർ ആണ്. സ്റ്റാർ വരുമ്പോ എന്താ ചെയ്യാ? അപ്പൊ ഇതിനെ പോപ്പ് ചെയ്തു, ദെൻ ഇതിനെ പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ 8 വന്നു കേട്ടാ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് സ്റ്റാർ വന്നു. ഇനി സ്റ്റാർ വരുമ്പോ എന്താണ്? ഓപ്പറേറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ആദ്യം 8നെ പോപ്പ് ചെയ്തു. ദെൻ 5നെ പോപ്പ് ചെയ്തു. പിന്നെ എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യാനുള്ളത്? അത് ചെയ്യാം. 8 into 5 40, 40. നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ അടുത്തത്, അപ്പൊ നമുക്ക് പ്ലസ് കഴിഞ്ഞു, സ്റ്റാർ കഴിഞ്ഞു. അടുത്തത് 12 വന്നു. അതെന്താണ്? ഒരു ഓപ്പറാൻഡ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓൾറെഡി 40 ഉണ്ട്. 12 നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ദെൻ അടുത്തത് 4 വന്നു, ഓപ്പറാൻഡ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഇവിടെ ഓൾറെഡി 40 ഉണ്ട്, 12 ഉണ്ട്. ദെൻ നമ്മൾ 4നെ ആഡ് ചെയ്തു. ദെൻ അടുത്തത് ഡിവിഷൻ വന്നു.
ഡിവിഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓപ്പറേറ്റർ ആണ് വന്നത്. അപ്പൊ നമ്മൾ 4നെ പോപ്പ് ചെയ്തു, പിന്നെ 12നെ പോപ്പ് ചെയ്തു. എന്ത് ഓപ്പറേഷനാ? ഡിവിഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ 40 ഇതിനാണ് പോപ്പ് ചെയ്തത്. ആ പോപ്പ് ചെയ്ത് കിട്ടിയ ആൻസർ നമ്മൾ എന്ത് ഓപ്പറേറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആൻസർ നമ്മൾ 3 സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്തത് മൈനസ് വരുമ്പോൾ സ്റ്റാക്കിലേക്ക് എടുക്കുന്ന 2 ഓപ്പറാൻസിനെ പോപ്പ് ചെയ്യുക. ആദ്യം 3നെ പോപ്പ് ചെയ്തു, ദെൻ 40നെ പോപ്പ് ചെയ്തു. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? മൈനസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ മൈനസ് ചെയ്തു. ആൻസർ എത്രയാ? 37 സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അപ്പൊ നോക്കിയാൽ ഇനി നമ്മുടെ എൻഡ് ഓഫ് ദി എക്സ്പ്രഷൻ വരെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ ആൻസർ ആണെന്ത്? 37. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് സ്കാൻ ചെയ്യാം. ഓപ്പറാൻഡ് ആണ് സ്കാൻ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാം. ഓപ്പറേറ്റർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാക്കിലേക്ക് എടുക്കുന്ന 2 എലമെന്റ്സിനെ പോപ്പ് ചെയ്യുക. ഏത് ഓപ്പറേറ്റർ ആണ് വന്നത്? പ്ലസ് ആണോ മൈനസ് ആണോ വന്നത്? വാട്ടെവർ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. Repeat it till the end of the expression. Thank you all.